ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാം മുത്തുമണികളെ, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലത്തെ വിശേഷങ്ങളാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ കഴിഞ്ഞ വീട്ടിലൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ലൈക്ക് അടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ. അവർ നല്ലപോലെ സപ്പോർട്ട് ഉണ്ട്. അവർക്കും അത് ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്യാം. പിന്നെ എൻ്റെ കഴിഞ്ഞ റീചാർജിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായ കാരണം കൊണ്ട് അങ്ങോട്ട് കുറച്ച് അങ്ങനെ ലൈവിലായാലും അതെ വീഡിയോസൊക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നെറ്റ് കഴിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ സപ്പോർട്ട് അങ്ങോട്ട് കുറഞ്ഞത്. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ രീതിയിൽ ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഈ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഇന്ന് മക്കൾ സ്കൂളിലേക്ക് പോകുന്നില്ല കേട്ടോ. ഇന്നലെ വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളാണ്. എനിക്ക് തൃശ്ശൂർ അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വേഗം പുട്ടും പഴം ഉണ്ടാക്കുക. പിന്നെ മക്കൾ കുറേ ദിവസമായിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഫുഡ് കഴിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെയാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വേഗതയെ പുട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വേഗം മക്കൾക്ക് ചായ കൊടുക്കണം. അങ്ങനെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 4 ആളിരുന്ന് ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ള 4 പേർക്ക് ഓരോ കഷ്ണം പുട്ട് ഉണ്ടാക്കിയില്ല. നമ്മൾ പുറത്തേക്ക് പോയി ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ അധികം ഭക്ഷണമൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കാണിക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർക്ക് പോയ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ പെട്ടെന്ന് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടെന്നൊരു യാത്രയാണ് കേട്ടോ. വേറെ എടുക്കല്ല, കുറേ ദിവസമായി പറയണം മലപ്പുറത്തേക്ക് ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണമെന്ന്. ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 4 മണിയല്ല 3:30 ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇറങ്ങണം. പെട്ടെന്നായിരുന്നു കേട്ടോ പ്ലാനിങ്, വേറെ ഒന്നുമല്ല. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ക്ലാസ് ഇല്ല. പിന്നെ ചൊവ്വാഴ്ചയാണെങ്കിൽ മുടക്കുള്ളൂ അല്ല, ക്ലാസ് ഉണ്ട്. പിന്നെ ബുധനാഴ്ച ക്ലാസ് ഇല്ല. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചൊവ്വാഴ്ച മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ അന്നൊരു ദിവസം ടീച്ചറോട് വിളിച്ച് പറയാം അങ്ങനെ ഒന്ന് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അല്ലാണ്ട് ഇപ്പം അടുത്തൊന്നും പോക്കുണ്ടാവില്ല. പിന്നെ ഇനി ഓണത്തിന് 10 ദിവസം മുടക്കുള്ളപ്പൊക്കെ പോകുള്ളൂ. പെട്ടെന്നൊരു പ്ലാനിങ് ഇട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മാക്ക് ഹാപ്പിയായി. ഉമ്മ ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്കങ്ങനെ പോകാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് അങ്ങോട്ടുള്ള ഒരു ഇറക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സാധാരണ നമ്മൾ വിളിക്കുന്ന ഓട്ടോ നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മളങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഓട്ടോ കിട്ടി. അങ്ങനെ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ തൃശ്ശൂരെത്തിയപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ബസ് നമുക്ക് കിട്ടിയില്ല കേട്ടോ. ഫസ്റ്റ് ബസ് തന്നെ കുറ്റിപ്പുറത്തേക്ക് കയറാൻ നിന്നപ്പോഴേക്കും നല്ല സ്കൂൾ ടൈമൊക്കെ അല്ലായിരുന്നു, 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നിറച്ച് ആൾക്കാർ, നമുക്കതിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ബസ്സിന് ഇതേപോലെ തന്നെ നിന്നപ്പോൾ തന്നെ അടുത്ത ബസ്സിലും കയറാൻ പറ്റിയില്ല കേട്ടോ. അതിൽ പറഞ്ഞ പോലെ ഫുള്ളാളായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് 3ാമത്തെ ബസ്സിലാണ് കേട്ടോ കിട്ടിയത്. അപ്പോഴേക്ക് സമയം ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട്, 4:45 ആയിട്ടുണ്ട് കേട്ടോ ബസ്സിൽ കയറുമ്പോൾ തന്നെ. ഇനിയിപ്പോൾ അവിടെ എത്ര മണിക്കാണ് എത്താമെന്നറിയില്ല. കുറ്റിപ്പുറത്തുനിന്ന് പിന്നെ തിരൂർക്ക് പോകണം. അങ്ങനെ ഫസ്റ്റത്തെ കയറുന്നോട് തന്നെയുള്ള ആ ലോങ് സീറ്റിലാണ് കേട്ടോ. ഞങ്ങൾ ഡ്രൈവർക്ക് ഇരിക്കുന്ന സീറ്റിലാണ് ഞാൻ ഇരുന്നത് കേട്ടോ. സുഡാപ്പിക്ക് അവിടെ ഇരിക്കണമെന്ന് വാശി പിടിച്ച് അങ്ങനെ അവിടെ തന്നെ കയറിയിരുന്നു. അങ്ങനെ ഇപ്പോൾ ബസ് പുറപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരൂരിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ അടുത്ത ബസ്സിൽ കയറി കേട്ടോ. തിരൂരല്ല, കുറ്റിപ്പുറത്തുനിന്ന് ഇപ്പോൾ തിരൂർക്കുള്ള ബസ് കയറിയിരിക്കുകയാണ് കേട്ടോ. അവിടെ ആ ബസ്സിലായാലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് അവിടെ തന്നെ സീറ്റ് കിട്ടി. പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവിടെ ഇറങ്ങിയിട്ടുള്ളതൊക്കെ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഓട്ടോറിക്ഷ കയറി ഞങ്ങൾ അവിടെ വീട്ടിലെത്തിയപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിടാൻ പറഞ്ഞപ്പോൾ അങ്ങനെ മാറിയിട്ട് പിന്നെ ഒക്കെ ബസ്സിലിരുന്ന ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇപ്പോൾ ഫോണൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സുഡാപ്പി ചൂടെടുത്തിട്ട് വയ്യാന്നാണ് പനിയനെ കൂരിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊറോട്ടയും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ബിരിയാണി ഞങ്ങൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാർസലാക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബിരിയാണി ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പൊറോട്ട കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബസ്സിലാണെങ്കിലും വരുമ്പോൾ നല്ല ചുമയും അതുപോലെ തന്നെ എന്താ പറയുക, തുമ്മി ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. കാറ്റടിച്ചിട്ടല്ല, പക്ഷേ അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ തൊണ്ടവേദന ഇതൊക്കെ. കാറ്റടിക്കാനായിട്ട് ആ സീറ്റിലിരുന്ന കാരണം കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അധികം കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ അത് തിളപ്പിക്കാനായിട്ട് അടുപ്പത്തിച്ചിട്ടുണ്ടായിരുന്നു, തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ വേഗം അധികം പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മ വേഗം പാത്രങ്ങളൊക്കെ നടന്ന് കഴുകിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനിപ്പോൾ ചുക്ക് കാപ്പി ഒന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പാത്തൂസിന്
കുടിക്കില്ല. സുഡാപ്പിക്ക് വേണമെന്ന് പറഞ്ഞു. ദിലുവിനും കഴിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കുള്ളത് വേഗം എടുത്തു. സുഡാപ്പിക്കുള്ളത് അവിടെ ഗ്ലാസ്സിൽ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ഒന്ന് ചൂടാറാനായിട്ട് കേട്ടോ. ആളെത്ര എരിവുള്ളതായാലും ആൾ കഴിക്കും കേട്ടോ. ചുക്ക് കാപ്പി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു തുണ്ട് പഞ്ചസാര വായിലിടുകയും ചെയ്യും കേട്ടോ. ആൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ആൾ എത്ര എരിവുണ്ടെങ്കിലും കഴിക്കും. അങ്ങനെ ഇപ്പോൾ അതേ ചുക്ക് കാപ്പിക്ക് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞാനിപ്പോൾ അതേ സുഡാപ്പിക്കുള്ള മാറ്റി വെച്ച് ഞാനങ്ങനെ കുടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ടാറ്റാ ബൈ.